വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ ആനുവൽ എക്സാം ആണ് ഇനി നടക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം റിവൈസ് ചെയ്യുക, മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ആനുവൽ എക്സാമിന് എന്തായാലും പഠിച്ചിരിക്കേണ്ട 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് നോക്കിയാലോ അല്ലെ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫെൻസിംഗ് ഓഫ് എ സ്ക്വയർ ഗാർഡൻ ഇസ് 20 മീറ്റർ ഇൻ ലെങ്ത്. ഹൗ ലോങ് ഇസ് വൺ സൈഡ് ഓഫ് ദ ഗാർഡൻ? യെസ്, ഒരു സ്ക്വയർ ഗാർഡൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ സ്ക്വയർ ഗാർഡന്റെ ഫെൻസിങ് എന്ന് പറയുമ്പോൾ യെസ് എന്താണ് മക്കളെ? വേലി കെട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വേലി നമ്മൾ എവിടെയാണ് കെട്ടുക? നമ്മൾ ബൗണ്ടറിയിലാണ് അല്ലെ. ഈ ഒരു ഗാർഡന്റെ ബൗണ്ടറിയിലാണ് നമ്മൾ വേലി കെട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെ വേലി കെട്ടുന്ന ഈ ഒരു ബൗണ്ടറിയിൽ വേലി കെട്ടുന്ന ഈ ഒരു പരിപാടിക്ക് നമ്മളൊരു പേര് പറയല്ലോ. എന്താണ്? അതെ, പെരിമീറ്റർ അല്ലെ. മലയാളത്തിലാണെങ്കിൽ നമ്മൾ അതിനെ ചുറ്റളവ് എന്ന് പറയും. ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? പെരിമീറ്റർ എന്ന് പറയും. സോ ഈ ഒരു പെരിമീറ്റർ, ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 20 ആണ് എന്ന് തന്നിട്ടുണ്ട്. 20 എത്രയാണ്? മീറ്റർ ആണ്. 20 മീറ്റർ ആണ് പെരിമീറ്റർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേ ഈ ഒരു സ്ക്വയർ ഗാർഡന്റെ ഒരു സൈഡ് എത്രയാണ്, വൺ സൈഡ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സോ മക്കളെ, പെരിമീറ്റർ എന്താണ് സ്ക്വയറിന്റെ? നമുക്ക് എല്ലാവർക്കും അറിയാം, P is equal to 4 into സൈഡ് ആണ് നമ്മുടെ പെരിമീറ്ററിന്റെ ഫോർമുല. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതിയാൽ പോരെ അല്ലേ? ഇക്വേറ്റ് ചെയ്താൽ മതി. 4 into സൈഡ് is equal to 20 മീറ്റർ. അങ്ങനെയെങ്കിൽ സൈഡ് എത്രയായിരിക്കും? അതെ, 20/4 which is equal to 5 മീറ്റർ ആയിരിക്കും ഒരു സൈഡ് അല്ലേ. 5 മീറ്റർ ആണ് എന്ന് കിട്ടി. ഇതുപോലെ വേറൊരു ചോദ്യം കൂടെ ചെയ്തു നോക്കാം. പക്ഷെ ഇവിടെ സ്ക്വയറിന് പകരം റെക്ടാംഗിൾ ആണ് എന്നുള്ളൊരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചു വെക്കുക കേട്ടോ. എ തിൻ വയർ 20 centimeters long is formed into a rectangle. ഒരു റെക്ടാംഗിൾ ഉണ്ട് അല്ലേ. തിൻ വയർ 20 centimeters long is formed into a rectangle. അപ്പൊ പെരിമീറ്റർ ഇവിടെ എന്താണ്? 20 centimeter ആണ് എന്നിവിടെ തന്നിട്ടുണ്ട്. If the width of this rectangle is 4 centimeters, 4 centimeters ആണ് ഈ ഒരു റെക്ടാംഗിളിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് എന്താ പറഞ്ഞത്? ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്താണ്? 2 into ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലെ. അതായത് 20 is equal to 2 into L plus B എത്രയാടാ? 4 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതിയടാ? ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി? അതായത് 20 എന്ന് പറയുന്നത് 2 times ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. അപ്പൊ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് മാത്രം എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 20/2 is equal to L plus 4 എന്ന് കിട്ടും. അതായത് 10 is equal to L plus 4. അപ്പൊ L എത്രയായി? 10 minus 4 which is equal to 6 centimeter ആണ് L നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.